ഹലോ ഒരുപടി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആനിമൽസിനെ കുറിച്ചാണ്. നമ്മളുടെ ഈ ലോകത്ത് എന്തുമാത്രം ആനിമൽസാണുള്ളത്. അതിൽ തന്നെ പൂച്ചകൾ കാണും, പശുക്കൾ കാണും, ആനകൾ കാണും, മീനുകൾ കാണും. അങ്ങനെ എല്ലാ ജീവികളും കാണും. ബട്ടർഫ്ലൈസ് കാണും. സോ ഇതെല്ലാം കാണും. പക്ഷേ നമ്മൾ എന്താ ചെയ്യുക? ഇന്ത്യയിലെ കാര്യമാണ്. ഈ 50% ജീവികളെയും നമ്മൾ എന്ത് ചെയ്യുന്നു? പിടിച്ച് തിന്നുന്നു, പിടിച്ച് കറി വെക്കുന്നു, അല്ലേ? സോ ആ ജീവികളുടെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ആ ജീവികളുടെ അതിനെവിടാണൊരു നമ്മളെ ഇപ്പം ആരെങ്കിലും അടിച്ചു കഴിഞ്ഞാലോ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി പറയാം, അല്ലേ? ജസ്റ്റ് അത്യാവശ്യം ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു കൺട്രി ആണെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നമ്മൾക്ക് കംപ്ലൈൻറ്റ് പറയാം, നമുക്ക് ജസ്റ്റിസ് വാങ്ങിച്ചെടുക്കാം, അല്ലേ? അതായത് നീതി വാങ്ങിച്ചെടുക്കാം. അതേസമയം ഈ ആനിമൽസിൻ്റെ കാര്യത്തിൽ ആര് നീതി മേടിച്ചെടുക്കും? അവർ ജനിക്കുന്നു. ഇപ്പം ഏതെങ്കിലും പശുക്കളുടെയോ കോഴികളുടെയോ കാര്യങ്ങളാണെങ്കിൽ അവർ ജനിക്കുന്നു, എന്തിനോ വേണ്ടി ജീവിക്കുന്നു, then at last അതിനെ കൊല്ലുന്നു. അത് ശരിക്കും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളതല്ലേ നമ്മൾക്ക് കാണാൻ പറ്റുന്ന സത്യം. അത് ജീവിക്കുന്നു, അതിനെ കൊല്ലുന്നു, അല്ലേ? എവിടെ നീതി? എവിടെ ദൈവം? ഇത് വലിയൊരു ചോദ്യമാണ്. സോ എവിടെ ദൈവം എന്ന്, അല്ലെങ്കിൽ എവിടെ നീതി എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊറ്റൊരു ഉത്തരമേ ഉള്ളൂ: നിങ്ങൾ ജസ്റ്റിസായി തീരുക എന്നുള്ള ഒറ്റൊരു ഉത്തരം. നിങ്ങൾ മീറ്റ് കഴിക്കാതിരിക്കുക, വേഗനാകുക എന്നുള്ള ലൈഫ് ചോയ്സ്. നിങ്ങൾ ഒരാൾ മാറുന്നതിലൂടെ ഒരു കോഴിയെങ്കിലും നമുക്ക് രക്ഷിക്കാമല്ലോ, അല്ലേ? അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഒരാൾ ബീഫ് കഴിക്കുന്നില്ല അല്ലെങ്കിൽ മീറ്റ് കഴിക്കുന്നില്ല, നേരം അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളും അത്രയും കുറവ് പ്രൊഡ്യൂസ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ ഊണിന് തന്നെ 10 പേര് മീറ്റും 10 പേര് വെജിറ്റബിൾ ഊണുമാണെങ്കിൽ ഈ 10 മീറ്റുള്ള ഊണിന് അത്രയും ഇറച്ചി വേണമല്ലോ. നേരെ 9 മീറ്റുള്ള ആളുകൾക്ക് അത്രയും മതിയായിരിക്കും, അല്ലേ? അന്നേരം അത്രയും സാധനമേ എടുക്കത്തുള്ളൂ. സോ അവിടെ നമുക്ക് ഒരു ജീവനെങ്കിലും നമുക്ക് രക്ഷിക്കാൻ കഴിയും. ഒരാൾ കുറഞ്ഞെന്ന് പറഞ്ഞ ഒരു ജീവൻ രക്ഷിക്കാൻ നമുക്ക് സാധിക്കും, അല്ലേ? നമ്മളുടെ ഒരു ഇടപെടലോടുകൂടി. അത് വളരെ ചെറുതാണ്, പക്ഷേ എന്ന് പറഞ്ഞാലും there are chances. ഒരു കോഴിയെ നമുക്ക് രക്ഷിച്ചുകൂടെ? അല്ലേ? ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷേ കോഴിക്കറി കാണുമ്പോൾ
നമ്മളിതൊന്നും ചിന്തിക്കില്ല അല്ലേ. ഇതൊക്കെ ഓരോ ഫിലോസഫീസ് ഇങ്ങനെ തട്ടിവിടാൻ വളരെയധികം രസമാണ്. പക്ഷേ കോഴിക്കറി വീട്ടിലുണ്ടായി കഴിഞ്ഞാൽ നമ്മളറിയാതെ അറിഞ്ഞും അറിയാതെയും പോയിരുന്നു കഴിച്ചു പോകും അല്ലേ. അന്നേരം ഒന്നും ഇത് നമ്മളുടെ തലയിലോട്ട് പോകത്തില്ല. അന്നേരം എന്താ ചെയ്യുക? വീട്ടിൽ കോഴിക്കറി ഉണ്ടാക്കാതിരുന്നാൽ പോരെ? അങ്ങനൊരു ഹാബിറ്റ് കൊണ്ടുവന്നാൽ പോരെ? യെസ്, അങ്ങനെ ഒരു ഹാബിറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന അങ്ങനൊരു കോഴിക്കറി അല്ലെങ്കിൽ മീറ്റ് ഉപയോഗിച്ച് ശീലിച്ചവർക്ക് അതൊരു പാടായിരിക്കും അല്ലെ. പെട്ടെന്നൊരു ദിവസം തൊട്ടടുത്തൊരാൾ ഇരുന്ന് കോഴിക്കറി അല്ലെങ്കിൽ മീറ്റ് കഴിക്കുന്ന കാണുമ്പോൾ നമ്മൾക്കും പെട്ടെന്ന് നമ്മൾക്കതിൽ നിന്ന് ഇട്ടെറിഞ്ഞിട്ട് നമുക്ക് വരാൻ പറ്റത്തില്ല. പക്ഷെ ഓവർ ഡേയ്സ് ആൻഡ് വീക്സ് ആൻഡ് മന്ത്സ് നമുക്ക് ആ ശീലം ഉപേക്ഷിച്ച് നമുക്കൊരു വീഗനായി മാറാൻ സാധിക്കും. യെസ്, ഇതിലൂടെ നമുക്ക് ഒത്തിരി മൃഗങ്ങളെ രക്ഷിക്കാൻ സാധിക്കും അല്ലേ. ഒത്തിരി മൃഗങ്ങളെ രക്ഷിച്ചിട്ട് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ 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 നിങ്ങൾ ദൈവമാകുകയാണ് അല്ലേ. ഒരു ജീവൻ്റെ വില അല്ലെങ്കിൽ ഒരു ജീവിയെ നിങ്ങൾ ജീവിക്കാൻ അനുവദിക്കുന്നു. അവർക്ക് ഫ്രീഡം, അവർക്ക് അതിനെ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെ നിങ്ങൾ ബഹുമാനിക്കുകയാണ് അന്നേരം അവിടെ ചെയ്യുന്നത്. അവിടെ നിങ്ങൾ ദൈവമാകുകയാണ്. നിങ്ങൾക്ക് പിന്നെ വേറെ ദൈവത്തെ പോയി അന്വേഷിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യം അവിടെ വരുന്നില്ല. And that mindset is so special. And it will affect you in your daily relationships, how you view the world, etc. So അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. Hope all of you like this video, and I hope all of you will take measures to become a vegan. Thank you.